ശബരിമലയിൽ വളരെ വലിയ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു മണ്ഡല മകരവിളക്ക് സീസണ് നട തുറന്നപ്പോൾ ആ നട തുറന്ന സമയത്ത് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി നൽകാൻ കഴിയാതെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും അമ്പേ പാളി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. അതിന് പിന്നാലെയാണ് മന്ത്രിമാരിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും ഈ കേസിനകത്ത് ശബരിമല കേസ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. CPMന്റെ എല്ലാ പ്രതിരോധ കോട്ടയും പാളിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇനി പൊതുസമൂഹത്തോട് CPM എന്താണ് പറയാൻ പോകുന്നത്? ഇനി CPMന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സ്ഥിരം പറയുന്ന ക്ലീശ ഡയലോഗ് പറയാം, കട്ടവർക്കാർക്കും അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം കട്ടവരാരെയും സംരക്ഷിക്കില്ല, പരമാവധി ശിക്ഷ വാങ്ങി നൽകുമെന്ന് പൊതുജനത്തെ പറഞ്ഞു പറ്റിക്കാൻ മാത്രമേ കഴിയൂ. കാരണം നമുക്കറിയാം ഇതെല്ലാം CPMന് അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ വ്യക്തികളും. അപ്പോൾ CPM അവരെ സംരക്ഷിക്കില്ല എന്ന് പൊതുജനത്തോട് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോട് ഭക്തരോട് പറഞ്ഞു പറ്റിക്കുന്ന ഒരു നയം മാത്രമേ ഇനി CPMന് എടുക്കാൻ കഴിയൂ. കാര്യം ഇനി അടുത്തത് ആരും എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇത് എന്തായാലും സർക്കാർ അറിയാതെ ഇത്തരം ഒരു തട്ടിപ്പ് ശബരിമലയിൽ നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്.